നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യയിലെ അന്തരീക്ഷ ഘടന. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പ് അറിയപ്പെടുന്നത് അന്തരീക്ഷം എന്നാണ്. അന്തരീക്ഷം ഇല്ല എങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന അന്തരീക്ഷത്തിലെ 3 പ്രധാന ഘടകങ്ങളാണ് വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ. ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. വാതകങ്ങൾ ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്, 78.08%. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാലാണ് എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആവിഷ്കരിച്ച കീലിംഗ് കർവ് ഉപയോഗിച്ചാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിൽ വരെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലബാഷ്പത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയ്റോസോളുകൾ എന്നാണ്. കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വന്ന് ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരത്തിലൂടെ കാട്ടുതീ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചാരത്തിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത്. ജലാംശം ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ. ഉയരം കൂടുന്തോറും ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന മാർഗങ്ങളാണ് സൂര്യതാപം, സസ്യസേചനം, ശ്വസനം എന്നിവ. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. അന്തരീക്ഷതാപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. ആർദ്രത അളക്കുന്നതിനായി ആർദ്രമാപിനി ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നു. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത്. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. അന്തരീക്ഷ പാളികൾ വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികൾ ഉൾപ്പെടുന്നതാണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വായുവിൻ്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. വാതക സംരചനയിൽ ഐക്യരൂപമുള്ള അന്തരീക്ഷ ഭാഗം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഉയരം 0 മുതൽ 90 കിലോമീറ്റർ വരെ. ഹോമോസ്ഫിയറിന് 90 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം ഭൂമിയിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതും ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ 5ആയി തരംതിരിച്ചിരിക്കുന്നു: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ട്രോപ്പോസ്ഫിയർ എന്ന സംയോജന മേഖല അന്തരീക്ഷ മണ്ഡലത്തിൽ ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്, ഏകദേശം 18 കിലോമീറ്റർ.
ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്ന പ്രക്രിയയാണ് ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം വർദ്ധിക്കുന്നത് ഗ്രീഷ്മകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്താണ്. ഇതിനു മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപോസ്. ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോസ്ഫിയറിലെ ഏകദേശ താപനില 80 ഡിഗ്രി സെൽഷ്യസും ധ്രുവപ്രദേശത്ത് 45 ഡിഗ്രി സെൽഷ്യസുമാണ്. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷപാളി, ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം, ഭൗമാന്തരീക്ഷത്തിൻ്റെ പിണ്ഡത്തിൻ്റെ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം, നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം, ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാപ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷപാളി, ഇവയെല്ലാം തന്നെ ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖലയായ ട്രോപ്പോപോസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. ഇതിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്നത് സമതാപ മേഖല എന്നാണ്. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ്. ട്രോപ്പോപോസിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം, വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം സ്ട്രാറ്റോസ്ഫിയറിൽ സാധ്യമാണ്. ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗികരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷപാളി ഓസോൺ പാളി. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ അറിയപ്പെടുന്നത് ഓസോൺ രൂപീകരണം എന്നാണ്. അന്തരീക്ഷത്തിൽ 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഓസോണിൻ്റെ നിറം ഇളം നീലയും ഇതിൻ്റെ തന്മാത്രാവാക്യം O3 എന്നതുമാണ്. നാക്രിയസ് മേഘങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. ഡോബ്സൺ യൂണിറ്റിലാണ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത്. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺ ബെയ്നും ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്രൂസിയൻ എന്നിവരും അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് GMB ഡോബ്സണും ആണ്. ക്ലോറോഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നീ പ്രധാന ഘടകങ്ങൾ കൊണ്ട് ഓസോൺ പാളി തകരാൻ കാരണമാകുന്നുണ്ട്. 1913 അന്റാർട്ടിക്കയിലെ ഹാലിബേയിൽ ഓസോൺ പാളിയിൽ ആദ്യമായി സുഷിരം കണ്ടെത്തി. നിംബസ് 7 ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആണ്. 1987 സെപ്റ്റംബർ 16 വിയറ്റ്നയിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ച് ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ചു. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 1989 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നു. മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടപ്പിലാക്കുന്നതിലൂടെ അന്റാർട്ടിക്കയുടെ മുകളിൽ കണ്ടെത്തിയ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി STECയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലും ഓസോൺ ദിനം ആചരിക്കുന്നു.
ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയയെ ഓക്സീകരണം അഥവാ ഓക്സണൈസേഷൻ എന്ന് പറയുന്നു. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയവ ക്ലോറോ ഫ്ലോറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇവ ഓസോണിൽ സുഷിരം വീഴുന്നതിന് കാരണമാകുന്നുണ്ട്. ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. ഒരേ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ കഴിവുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം അഥവാ ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയും അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള നെല്ലുമാണ്. മീസോസ്ഫിയർ. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നു. ഇതിൻ്റെ ശരാശരി താപനില -85°C ആണ്. നിശാദീപങ്ങൾ അഥവാ നൈറ്റ് ഷൈനിങ് എന്നറിയപ്പെടുന്നത് നോക്ട്രിലൂസൻറ്റ് മേഘങ്ങളും മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകാൻ കാരണം ഘർഷണവുമാണ്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അല്ലെങ്കിൽ മീസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ് ആണ്. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം, താപനില -80°C മുതൽ -100°C വരെ കുറയുന്ന അന്തരീക്ഷപാളി, അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി, ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോട്രിലൂസൻറ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷപാളി, ഉൽക്ക വർഷപ്രദേശം എന്നറിയപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ ഘർഷണത്താൽ കത്തിയെരിയുന്ന പാളി, ഇവയെല്ലാം തന്നെ മീസോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ. മീസോപാസിൽ തുടങ്ങി 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം, ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം, ധ്രുവപ്രദേശങ്ങൾ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മീസോസ്ഫിയറും ഏറ്റവും ഉയർന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയറുമാണ്. അയണോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വച്ച് അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അയോണീകരണം. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖലയിൽ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണിത്. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ തിയോഡോർ വാൻ കാർമൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥം പേര് നൽകിയ കാർമൻ രേഖയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണിത്. അന്തരീക്ഷത്തിൻ്റെ മേൽപ്പാളിയെക്കുറിച്ച് ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം S.K. മിത്ര രചിച്ച ദ അപ്പർ അറ്റ്മോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ പാളിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനായി IIT മുംബൈ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമാണ് പ്രഥം. എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങൾ സംക്രമണ മേഖലകൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.